കഴിക്ക്. എനിക്കതിന് മനസ്സ് വരുന്നില്ല. കഴിക്കാൻ 4 ദിവസമായി പിള്ളേര് അവരാരും കഴിച്ചിട്ടില്ല. 4 ദിവസം? നിങ്ങൾ എന്ത് ഭാവിച്ച എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക. കുടുംബത്തോടെ പട്ടിണി കിടന്നാൽ അത് അറിഞ്ഞു കിട്ടി ഡിസംബർ ഉടനെ തിരിച്ചു വരുമോ? അങ്ങനെ വല്ല മായാജാലം അറിയാമെങ്കിൽ ഞാനിവിടെ പട്ടിണി കിടക്കാം. ഇതങ്ങോട്ട് വാങ്ങിച്ച് അരി സാധനങ്ങളുവാ, വേഗം കാലമാക്കും. ഞാനും ഇന്ന് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോന്നുള്ളൂ. മോളെ, ദൈവത്തിന്റെ സ്ഥാനം നൽകി നിങ്ങൾ യേശുവിനെ ഭജിക്കുന്നു. ഞാനും കുടുംബവും അതേ സ്ഥാനത്ത് രാമനെയും കൃഷ്ണനെയും വെച്ച് ആരാധിക്കുന്നു. നമ്മൾ ആരെയും കൊള്ളയടിക്കാനോ കൊല്ലാനോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയൊന്നും ദൈവം നമുക്ക് തരില്ല. ഡിസമ്മ അവളുടേതായ ഒരു തീരുമാനം എടുത്തു. അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അവളുടെ വിധി. വിധിയെ തടുക്കാൻ നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടാവോ? വിശക്കുന്നു, വേഗമാവട്ടെ. ചെല്ല്. താൻ പോയി കുപ്പായൊക്കെ ഒന്ന് ഒരുപാട്. വീട്ടിലൊരു വിരുന്നേരം വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പത്രം തുറന്നാ മന്ത്രിമാര് 10 ലക്ഷം മോഷ്ടിച്ചു, 50 ലക്ഷം മോഷ്ടിച്ചു എന്ന് മാത്രമേ കാണാനുള്ളൂ. അവരൊന്നും ആരും സസ്പെൻഡ് ചെയ്യുന്നില്ല, എൻക്വയറി നടത്തണില്ല. പാവപ്പെട്ട ഈ അത്തപ്പാടി ജോണിക്കുട്ടി ലീക്കായ ഒരു ബാറ്ററി എടുത്ത് വിറ്റപ്പോ അത് മോഷണമായി, എൻക്വയറി ആയി, സസ്പെൻഷനായി. ഭരണമൊന്നും മാറട്ടെ. എന്നെ സസ്പെൻഡ് ചെയ്ത എല്ലാത്തിനും ഞാൻ അട്ടപ്പാടിയിലേക്ക് കെട്ടും. ഇത്തിരി കറിയും കൂടി ഇങ്ങ് ഒഴിച്ചേടി. നിന്റെ വറുത്തരച്ച കറിയുടെ ക്വാളിറ്റി ഒന്നും ഇല്ലട്ടാ ഈ ചാറിന്. സസ്പെൻഷനിൽ നിൽക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർക്ക് ഇത്രയൊക്കെ മതി എന്നായിരിക്കുമല്ലേ? നീ പറഞ്ഞില്ലേ ഞാൻ മദ്യപിച്ച് മതോന്മത്തനായിട്ട് നടക്കാണെന്ന്? 3 ദിവസം ഞാൻ മദ്യപിച്ചിട്ട്, 3 days. എന്റെ ഓർമ്മയിൽ ഞാൻ 3 ദിവസം കഴിക്കാതിരുന്നത് പണ്ട് എനിക്കും മുണ്ടുനീര് വന്ന് കിടന്നപ്പോഴാ. എന്റെ വിഷമം ആര് കാണാനാ? നീയും എന്നെ മനസ്സിലാക്കണ്ട. നിങ്ങൾ വേഷം കെട്ട് മതിയേക്ക് ചോറ് എന്നിട്ട് പോവാൻ നോക്കി. എന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ സസ്പെൻഷനിൽ നിൽക്കേണ്ടവനല്ല. അല്ലെങ്കിൽ തന്നെ സസ്പെൻഷൻ ഇന്നൊരു നാളെ പോവും. പക്ഷെ മനുഷ്യന്മാരെന്നും മനുഷ്യന്മാരായിരിക്കണം. മനുഷ്യന്മാരെ മനസ്സിലാക്കണം. എന്റെ ജോണി ചായ, നിങ്ങളൊന്ന് വേഗം കഴിച്ചേ. പപ്പയൊന്നും കഴിച്ചിട്ടില്ല. ഷേളി പോയി പപ്പയെ വിളിക്ക്. ഞാൻ വേഗം തിന്ന് തൊണ്ടേ കുരുങ്ങി ചത്ത. നിനക്ക് വേറെ കെട്ടാനല്ലേ? ഞാൻ പതുക്കെ തിന്നുള്ളൂ. പപ്പ കഴിക്കാൻ വാ. നിങ്ങൾ കഴിച്ചോ, ഞാൻ വന്നോളാം. പപ്പ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. പപ്പ പറഞ്ഞേക്ക്, മക്കൾ കഴിച്ചോ. പപ്പ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. മോളിങ് വന്നേ. ഈ ലിസമോക്ക് പപ്പയുടെ വെറുപ്പായിരുന്നു. എന്നാ പപ്പ ഇത്? പപ്പയുടെ ഭാഗത്തും കുഴപ്പങ്ങളുണ്ട്. മോളെ ഡോക്ടറാക്കുന്ന മോഹം മനസ്സിൽ വെച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി. വെളുപ്പാൻ കാലത്ത് വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച് മാർക്ക് കുറഞ്ഞപ്പോ ചീത്ത പറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരത്തി ഇവളാ ലില്ലിക്കുട്ടി, നിങ്ങളുടെ അമ്മ. നടപ്പിലാക്കാൻ റാണിയില്ലാത്ത മോഹങ്ങൾ തന്നിട്ട് അവളങ്ങ് പോയി. നീന്തൽ അറിയാത്തവൻ നടുക്കടലിൽ പെട്ടതുപോലെ ഞാനിവിടെ കിടന്ന് മരണപ്രാളം കാണിക്കുക. അവൾക്ക് ഒന്നും അറിയണ്ടല്ലോ. നീയും ട്രീസയും കുഞ്ഞുനാളിലെ പഠിക്കാൻ വണ്ടികളായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പപ്പക്ക് മോഹഭംഗമില്ല. പക്ഷെ വിസമ്മതല്ല. അവള് പപ്പയെ കൊതിപ്പിച്ചു, വെച്ചുനേറ്റ് പിൻവലിച്ച് ചതിച്ചു. പപ്പ എന്നാ ഇത്? അപ്പുറത്തെ ചോണിച്ചായനൊന്നും അറിഞ്ഞിട്ടില്ല. ലിസമ്മ എന്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് ദേവകാന്റിയുടെ വീട്ടിൽ പോയേക്കോന്നാ പറഞ്ഞേക്കുന്നത്. മക്കൾ പോയി കഴിച്ചോ, പപ്പ വന്നോളാം.
ഈ വാഴച്ചുണ്ട് പൊട്ടുമ്പോ ഫാക്ടം ബോസ് ഇടക്കിടക്ക് ഇങ്ങനെ തൂക്കി തൂക്കി കൊടുക്കണം. പിന്നെ ഈ കൊലയൊക്കെ വളർന്നു വന്ന് താഴെ മുട്ടും. അതങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ ചെകിട് കൂട്ടും. ജോണി ചായം വരുന്നതറിഞ്ഞ് പപ്പ കാലത്ത് പടല എണ്ണി വെച്ചിട്ട് പോയതാ. പപ്പ എണ്ണിന്ന് പറഞ്ഞ് എനിക്ക് എണ്ണിക്കൂടെ? ഇതാ നിന്റെ കുഴപ്പം. ചുമ്മാ തെറ്റിദ്ധരിക്കും. സമയദോഷം കൊണ്ടാ. അല്ലെങ്കിൽ എത്രയോ ബാറ്ററി എത്രയോ സർക്കാർ ഡ്രൈവർമാർ അടിച്ചു മാറ്റി വിൽക്കുന്നു. പിടിക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ചുക്കണിയാൻ പറഞ്ഞത് അച്ചട്ടാ. അല്ല, നമ്മുടെ സഭാ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാ. നീ എന്നോട് പൊറുക്കണം. എന്നാത്തിനാ? നീ പുറത്തുനിന്ന് വാക്ക് തന്നാലേ ഞാൻ പറയത്തുള്ളൂ. എന്താന്ന് വെച്ച കാര്യം പറയണ്ടേ ചായ? നമുക്ക് കഷ്ടകാല. ഓ, അതിപ്പോ നിങ്ങൾ കെട്ടിയപ്പോലോ തുടങ്ങിയതല്ലേ? നീ തമാശ കള ട്രീസേ, തമാശ കളയാൻ. എന്താ? സഭക്കാരറിയരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സമയം ഒന്ന് നോക്കിച്ചു. കുഞ്ചുക്കണിയന്റെ അടുത്തേ വ്യാഴം ഒന്ന് മാറിയാൽ രക്ഷപ്പെടുന്ന അയാൾ പറയണത്. ഒരു 3000 രൂപ മുടക്കിയ വേഴത്തെ ഈസി ആയിട്ട് മാറ്റാം. നീ ഒരു 3000 രൂപ സംഘടിപ്പിച്ചാടി, നമ്മുടെ കഷ്ടകാലം ഞാൻ മാറ്റിത്തരാം. തേടി നിങ്ങളുടെ പപ്പായ താണ്ട് താങ്ങി പിടിച്ചോണ്ട് വന്നേ. പുള്ളിക്കാരൻ എന്ന് തുടങ്ങി. പപ്പായ എന്ന് ഇങ്ങനെ തന്നെയാണോ? കരഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ. പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്പിനിക്കൊരാളെ ഒരു ഡോക്ടറെ വിളിക്ക്. കഴിയട്ടെ. പപ്പ എന്നെ പപ്പ കുടിക്കാൻ വേണ്ടി മോരുണ്ടെങ്കിൽ ഇത്തിരി കൊടുക്കടി. ഞാനിങ്ങനെ ഓറാവുമ്പോഴേ ഇത്തിരി മോരോ തൈര് എടുത്ത് കുടിക്കും. ശീലമില്ലാത്തത് കൊണ്ടാണേ. കഴിക്കോ? മോരുണ്ടോ അവിടെ? അല്ല ശേഖരനാർ സാറേ, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പെൺകുട്ടിയെ കാണാതായിട്ട് 1.5 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതുവരെ നിങ്ങൾ പോലീസിൽ പരാതി തന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇടയ്ക്കൊക്കെ ഈ കൊച്ച് ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ടോ? ഉണ്ടോടോ? സാറേ, കുഞ്ചറിയുടെ മകന്റെ കൂടെ പോയെന്നാ കരുതിയിരുന്നത്. തിരിച്ചെത്തി അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് കുഞ്ചറിയെ വാക്കുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തറിയിക്കേണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞത്. ഈ കുഞ്ചറിയുടെ മോൻ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് അവന്റെ കൂടെ പെണ്ണ് പോയിട്ടില്ലാന്ന്? കുറഞ്ഞ പക്ഷം സ്കൂൾ അധികൃതരിലും അറിയിക്കേണ്ടതല്ലേ? സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് സുഖമില്ലാണ്ടായി കിടപ്പിലാണെന്നാണ്. ഈ രീതിയിൽ ഈ കേസ് കോടതിയിലെത്തിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് പെണ്ണിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 15 ദിവസം ആരാണ്ടും പറഞ്ഞ വാക്കും വിശ്വസിച്ച് മാനത്തേക്ക് നോക്കി ഇരുന്നു എന്ന് പറഞ്ഞ സാറേ, കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞപ്പോ തന്നെ പരാതി തരേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങള് അയാളുടെ വാക്ക് വിശ്വസിച്ചിരുന്നു പോയി. ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇതാ, ഞങ്ങൾ അന്വേഷിക്കാം. എന്നാ ഇത്? പന്ന കൈവറടാ മോനെ, വെച്ചേക്കത്തില്ല തന്നെ ഞാൻ. തോന്നിയ ദിവസം കാണിച്ചേച്ച് അപ്പം കാശുമായിട്ട് പിന്നാലെ ഇറങ്ങിക്കോളാൻ. എന്റെ 5 കാശ് ഇക്കാറ്റിൽ ഇറക്കത്തില്ല. വിടന്ന് കുഞ്ചറിയാച്ച, ക്ഷമ ആട്ടും സൂപ്പിന്റെ പരം തരുമെന്ന പറഞ്ഞോളൂ പാപ്പിച്ചായ. അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വകതിരി വേണം. എണ്ണം കെട്ടവനെ, നിന്റെ 6-ാം വാരി നോക്കി നന്നല്ലോ. ഒരു തട്ടുകേടും ഇനി അതെങ്ങനെ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം തട്ടുകേട്. കേസിൽ നൂരാൻ കാശ് എത്ര വേണമെന്ന് അറിയാവോ? വകുപ്പ് മറ്റേതാ. അല്ലേടാ പാപ്പച്ചി, കുടുംബമാവേ. വകുപ്പിന്റെ കാര്യം ഓർത്തൊന്നും നിങ്ങൾ ആദ്യം കേട്ടണ്ട. കാശ് എവിടെ എറിയണമെന്ന് ഞാൻ പറയും, എറിഞ്ഞാ മതി. ആദ്യം പെണ്ണിനെയും കൊണ്ട് ഇവ മുങ്ങിയ ദിവസം ഇവൻ ഏതെങ്കിലും സർക്കാർ ഓഫീസിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാം. ആകെ മൊത്തം കാശ് എത്ര വേണ്ടി വരും പാപ്പച്ചി? പെണ്ണിന് വയസ്സ് 16 ആണെന്നുള്ളത് ഉറപ്പല്ലേ? അതെ, 16. ഒരു 5 ലക്ഷം കരുതിക്കും. ഒരു 2 വയസ്സ് കൂടുതലായിരുന്നെങ്കിൽ 1.5 ലക്ഷത്തിൽ ഒതുക്കായിരുന്നു. ഇപ്പൊ പഴയതൊന്നും അല്ല കുഞ്ചറിയാച്ച. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും ഒന്നി കുറഞ്ഞ കാശ് കൈകൊണ്ട് പറഞ്ഞില്ല. മിസ്റ്റർ ഹരികൃഷ്ണൻ, അത് ഞാനാണ്. ഏലപ്പാറ പെൺകുട്ടി മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ്. പ്ലീസ് കോപ്പറേറ്റ്. നിർത്തണ്ട. മോൾ കണ്ടോ? വാവച്ചൻ വന്നത് കല്യാണം സെപ്റ്റംബറിൽ നടത്തണമെന്ന് പറയാനാ. തീയതി അവർ നിശ്ചയിച്ചറിയിക്കും.
ഈ കളി മാമനാണ് ചോദിച്ചത്. ഇനി മോള് കളിക്ക്. മുള് കളിക്ക്. അങ്ങനെ നമസ്കാരം സാർ. വേണ്ട വേണ്ട, ഇതെടുത്ത് ഞാൻ കയറിക്കോളാം. മോളെ ദേ പാവക്കുട്ടി. മാറിപ്പോയി, പൈലും കുപ്പിയാ. എന്റെ അമ്മച്ചി തോക്ക. ഇതാരാ അളിയനാ? ജോലിക്കും പണിക്കും പോകാതെ ഇങ്ങനെ കറങ്ങി നടന്നോ? എന്തെങ്കിലും ജോലിക്ക് പോടാ. എന്തായി സസ്പെൻഷൻ? ആദ്യം സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാക്കി, എന്നിട്ട് ആണുങ്ങളെ പോലെ സസ്പെൻഷൻ മേടിക്കട്ടാ, എന്നിട്ട് സംസാരിക്കും. കർത്താവേ സ്തോത്രം. ഞാൻ അങ്ങോട്ട് അകത്തേക്ക്. അയ്യാ, നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഞങ്ങൾ എവിടെയൊന്നും ഓർക്കാതിരിക്കാൻ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടെ പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ സസ്പെൻഷൻ ഇപ്പൊ പിൻവലിക്കണ്ട. നിനക്കല്ലേലും ഞാൻ ജോലിക്ക് തിരിച്ചു കയറണമെന്നോ രക്ഷപ്പെടണമെന്നോ ഇല്ലല്ലോ. കേട്ടവരൊക്കെ പറയുന്നത് ദൈവം തമ്പുരാനായിട്ടൊരു അവസരം കൊണ്ട് തന്നുന്നാ. രൂപ 1 2 അല്ല, 2 ലക്ഷമാ. 2 lakhs. ജോണിച്ചായ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ കാര്യം ഇവിടെ മിണ്ടി പോരുത്. നിങ്ങളുടെ ചോരക്കുണ്ടായത് ഒരു പെങ്കുഞ്ഞ തന്നെ, അത് നിങ്ങൾ മറക്കണ്ട. അയ്യോ കർത്താവ്, ഇവിടെ എന്താ ഈ പറയണത്? അത് ട്രീസ്, നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കത്തത്? എടി, ഇപ്പൊ ഇതിൽ എന്തോ നഷ്ടമാ നമുക്ക് ഉണ്ടാകാൻ പോണത്, അല്ലെങ്കിൽ ലിസമൊക്കെ ഉണ്ടാകാൻ പോണത്. നീ അതൊക്കെ അവിടെ നിന്ന് വെച്ചേ. 36 പേരുടെ പേര് എന്തായാലും പറയണം. അതിൽ ദിയാന്റെ പേര് കൂടി പറഞ്ഞൂടെ? കർത്താവേ, കല്യാണ പെണ്ണങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുന്ദരി ആവണോട്ടാ. കല്യാണൊക്കെ അടുത്ത് വരിക. അയ്യോ പാവം. അത് കത്തി മാറ്റി വെക്ക്, ഞാൻ പോയിട്ട് പോരാ. ലിസബോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലേ. ജോണിക്കുട്ടിച്ചായൻ ലിസമോളുടെ കാര്യം ഓർത്ത് എന്നും വൈകിട്ട് കുറെ നേരം കരയും. പകല് കരയാൻ ജോണിക്കുട്ടിച്ചായന് നേരില്ലല്ലോ. മോളറിഞ്ഞില്ലേ, ഈ ജോണിച്ചായൻ സസ്പെൻഷനില്ല. മോൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ജോണിക്കുട്ടിച്ചായൻ പണ്ട് ഇടുക്കിയിൽ സർക്കസ് കാണാൻ കൊണ്ടുപോയത്, ജംബോ സർക്കസ്. അന്ന് മോള് ബസ്സിൽ വെച്ച് വാള് വെച്ചു, ഛർദിച്ചേ. എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ. ആ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളടി വെട്ടട്ടെ. മോള് നോക്കിയ ഇതാരാണെന്ന്? നെടുങ്കണ്ടൻ സാബു, നേതാവാ. പേര് കൊടുത്തു വെച്ചോ, കോടതി പറയാനുള്ളതാ. നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാ ജോണിച്ചായന്റെ സസ്പെൻഷനും പിൻവലിക്കും, 2 ലക്ഷം രൂപയും കിട്ടും. പേര് മറക്കണ്ട, നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. ഉദാഹരണത്തിനൊരു അപ്പുക്കുട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് പകരം നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. മാറ്റി പറയുന്നത് ഒരു പേര്, നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം. കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ, ഇല്ലാത്ത ഒരുത്തിനെ ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ ഛേദം? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല. സീനിയോറിറ്റി ഒന്നും വേണ്ട, അവസാനത്തെ പേരായിട്ട് പറഞ്ഞാ മതി. നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. പറയൂലേ? ഞാൻ എന്നെ തല്ലിയല്ലേ? സാറന്മാര് പറ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തായാലും 36 പേരുടെ പേര് ആ പെണ്ണ് പറയണം. ഇല്ലെങ്കിൽ തത്ത പറയണ പോലെ സാറന്മാർ അവളെ കൊണ്ട് പറയിപ്പിക്കും. ആരെ രക്ഷപ്പെടുത്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയുന്നേക്ക് നീ പോടാ, ഞാൻ പൊക്കോളാം. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കാല് കുത്തത്തില്ല. കൊച്ചിനെടുത്തോണ്ട് ഇറങ്ങി വാടി. ഇനി ഇങ്ങനെ ഒരു പപ്പയില്ല, ഒരു ബന്ധമില്ല. ഇറങ്ങി 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 വാടി. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. വരുന്നില്ലെന്നാ? അനിയത്തി പെണ്ണിനെ പോലെ നീ നാട് ഇറങ്ങാൻ പോവാ? വലിച്ചു കീറഞ്ഞാൻ. ജോണിക്കുട്ടിനോട് പോനാ പറഞ്ഞേ. അതേടാ, ഞാൻ പോകാം. എന്നാലല്ലേ നിന്റെ ഡിങ്കോലാപ്പി ഇവിടെ നടക്കത്തുള്ളൂ. ഏതൊരിപ്പിടിയാണ് നീ ചാപ്പ കുത്തിയിരിക്കുന്നത്? രണ്ടാമത്തേനെ, അല്ലെങ്കിൽ ഇളയതിനെ, അല്ലെങ്കിൽ എന്റെ കെട്ടിയോളെ? ചുമ്മാരുന്നേ, അങ്ങോട്ട് പോയേ. വേണ്ട വേണ്ടെന്ന് വെച്ചാ സമ്മതിക്കല്ല.
ശ്രീം ക്രീം ക്ലീം തമല തിമല തലപ്പാറ ഭഗവതി ചാത്തന്മാരെ ചാത്തന്മാരെ അപ്പനപ്പൂപ്പന്മാരെ ഓം ശ്രീം ക്രീം. എന്റെ തള്ള നിങ്ങളിത് കൊണ്ട് പോകുന്നുണ്ടോ? നാട്ടുകാർ കണ്ട നാട്ടുകാരറിഞ്ഞ നാണക്കേടുണ്ടാവുന്ന ഒരു തൃപ്പുത്രൻ. എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ആരാ അവര്? അവൻ പോയിരിക്കുന്നു യന്ത്രവൾക്ക് വേണ്ടി അംഗം കുറിക്കാൻ. തള്ളയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് തന്നുണ്ടടാ, ചാലത്തെ വാസുവിന്റെ മകളാ ഞാൻ. തലപ്പാറ ഭഗവതിയുടെ പുണ്യമുള്ളവള്. ദേവിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കത്തില്ല. മറക്കുന്ന ചോരയുമല്ല ദേവിയുടേത്. അവന്റെ രണ്ടാമത്തെ മോള് ഷെർലിനെ നിനക്ക് പെണ്ണി ചോദിച്ചപ്പോ അവൻ എന്നതാ പറഞ്ഞേ? നമ്മൾ ഹിന്ദുക്കൾക്ക് മുറപ്പെണ്ണെന്ന് പറയുന്നത് അവർ ക്രിസ്ത്യാനികൾക്ക് പെങ്ങടെ സ്ഥാനമാണെന്ന്. ഓ, പിന്നെ എന്നാത്തിനാടാ അവള് നിന്റെ പിന്നാലെ പ്രേമിച്ചോണ്ട് നടന്നത്? എന്റെ പൊന്നമ്മേ, ഒന്നും മിണ്ടാതിരി. എടി കൊച്ച, ഇത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പ്രേമാവക്ക് ഇങ്ങോട്ടായിരുന്നു. നിങ്ങളുടെ കല്യാണത്തലേന്ന് ആ പെങ്കൊച്ച് നമ്മുടെ വീട്ടിൽ വന്ന് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. മോളെ, മോളിത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓ, എനിക്ക് വിഷമൊന്നുമില്ലമ്മേ, ഞാൻ ഇത് എപ്പോഴും കേൾക്കുന്നതല്ലേ. അന്ന് ഞാൻ ഈ മരങ്ങോടിനോട് പറഞ്ഞതാ രായ്ക്ക് രാമാനും ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ. തള്ള എന്റെ കുടുംബം കലക്കി അടങ്ങൂലേ? കയ്യും കാലും ഒടിഞ്ഞത് നന്നായി. ഇനി 5-6 മാസത്തേക്ക് കുണവധികാരം കൊണ്ട് അങ്ങോട്ട് കയറത്തില്ലല്ലോ. നിന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടവനെ നേരത്തോട് നേരെ അടുക്കും മുമ്പ് ഞാൻ കാണിച്ചു കൊടുക്കാം. മോളെ, നമ്മുടെ പൂവൻ കോഴിയെ നാളെ അഴിച്ചുവിടണ്ട. കോഴിക്കകത്ത് ദേവിക്കൊരു പ്രയോഗമുണ്ട്, കാണിച്ചു കൊടുക്കാം. അമ്മേ ദേവി മഹാമായേ. ആ കസേര എടുത്ത് അങ്ങോട്ടു. ഇതാ അവിടെ. ആ സാമൂല്, വിശേഷങ്ങളൊന്നും സാമൂല് അറിഞ്ഞില്ല അല്ലേ? ഇടോ, എനിക്ക് നാട്ടിലേക്ക് മാറ്റമായി. വെറും മാറ്റമല്ല, പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റം. തന്റെ ഒപ്പം നിന്നതിന് കുഞ്ചറിയ എനിക്ക് തന്ന സമ്മാനം. ഓർഡർ കൈ കിട്ടിയിട്ട് ഒരാഴ്ചയായി. ആരോടും പറയാതെ ചില ശ്രമങ്ങൾ നടത്തി നോക്കി, പറ്റിയില്ല. ഇരുവഴിയിൽ കാക്കത്തണല് പോലും ഇല്ലാതെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുക. പക്ഷേ താൻ തോക്കരുത്. പെൺമക്കളുള്ള മുഴുവൻ അച്ഛന്മാരുടെയും പ്രാർത്ഥന തനിക്കുണ്ടാവും. ഗതികേട് കൊണ്ടാടൂ, ഇല്ലെങ്കിൽ പുല്ലുപോലി ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൻ്റെ ഒപ്പം ഞാനും വന്നേനെ. കഷ്ടപ്പാടിന്റെ ഉറക്കമില്ലായ്മയുടെയും കാര്യത്തിൽ നമ്മുടെ കൂടപ്പുറപ്പുകളാ. എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാര്. എടോ, മക്കളോട് പറയണം യാത്ര പറയാൻ ശേഖരണങ്ങൾ വരില്ല.